ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ടോവിനോ തോമസിന്റെ ഏറ്റവും പുതിയ മലയാള സിനിമ നരിവേട്ട ചിത്രത്തിന്റെ 10ാമത്തെ ദിവസമായ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അബിൻ ജോസഫ് തിരക്കഥ എഴുതി അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ആര്യ സലീം, ചേരൻ, സുരാജ് വെഞ്ഞാറമൂട്, സൈജു കുറുപ്പ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. പോസിറ്റീവ് അഭിപ്രായം നേടിയ ഈ സിനിമ ആദ്യ 8 ദിവസം കൊണ്ട് കേരളത്തിൽ 10,13,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. 9ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 1,01,00,000 രൂപയായിരുന്നു. ടോട്ടൽ 11,14,00,000 രൂപയാണ് ഈ സിനിമയുടെ ആദ്യ 9 ദിവസത്തെ കേരള കളക്ഷൻ. 10ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ ഏകദേശം 1,10,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 10 ദിവസം കൊണ്ട് കേരള കളക്ഷനായി ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് 12,25,00,000 റേഞ്ചിലാണ്. ലോകമെമ്പാടുമായി ഇന്നലെ വരെയുള്ള ആദ്യ 9 ദിവസം കൊണ്ട് 21 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ 10ാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയോടെ 22.5 കോടി റേഞ്ചിൽ എത്തിച്ചേരുന്നതാണ്. മോഹൻലാൽ, ശോഭന എന്നിവർ പ്രധാന താരങ്ങളായി തരുമൂർത്തി സംവിധാനം ചെയ്ത് ഏപ്രിൽ 25-ന് തിയേറ്ററിലെത്തി മലയാള സിനിമയിൽ ഇൻഡസ്ട്രി ഹിറ്റ് വിജയവും ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയവും നേടിയെടുത്ത തുടരും എന്ന മലയാള സിനിമ ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഇക്കഴിഞ്ഞ മെയ് 30-ന് OTT റിലീസ് പൂർത്തിയാക്കിയിരുന്നു. OTT-യിൽ മികച്ച ട്രെൻഡിംഗ് കാണിക്കുന്ന ഈ സിനിമയുടെ ഇന്നലെ വരെയുള്ള ആദ്യ 37 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം 118,44,00,000 രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. 232 കോടിയോളം രൂപയാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. നവാഗതനായ വിനോദയ്ക്ക് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് മെയ് 30 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് മൂൺ വാക്ക്. ലിജോ ജോസ് പെല്ലിശ്ശേരി, ലിസ്റ്റിൻ സ്റ്റീഫൻ, ജസ്നി അഹമ്മദ് എന്നിങ്ങനെ 3 പേർ ചേർന്ന് നിർമ്മിച്ച ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചത് പ്രശാന്ത് പിള്ളയും ഛായാഗ്രഹണം അൻസാർ ഷായുമാണ്. അതിമനോഹരമായ നൃത്തരംഗങ്ങളും ഗാനങ്ങളും അതിസുന്ദരമായ പ്രകൃതി ഭംഗിയുമൊക്കെ കോർത്തിണക്കി ഒട്ടനവധി പുതുമുഖ താരനിരയുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് സർവ്വ മേഖലയിൽ നിന്നും പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ചിത്രത്തിൽ അനുനാഥ്, സുജിത്ത്, മീനാക്ഷി രവീന്ദ്രൻ, സിദ്ധാർത്ഥ്, നിഖിൽ, അർജുൻ മണിലാൽ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് കേരള കളക്ഷനായി സ്വന്തമാക്കിയത് 31 ലക്ഷം രൂപയാണ്. 3ാം ദിവസമായി ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 20 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ കേരള കളക്ഷനായി ഈ സിനിമയ്ക്ക് 50 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നരിവേട്ട കഴിഞ്ഞാൽ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുത്ത് പോകുന്ന മലയാള സിനിമ ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ തന്നെയാണ്. ഇന്ദ്രനീൽ, ഗോപികൃഷ്ണൻ, രാഹുൽജി എന്നിങ്ങനെ 20 ചേർന്ന് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമ മെയ് 23-നായിരുന്നു തിയേറ്ററിലെത്തിയത്. ചിത്രം 9ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരള കളക്ഷനായി 31 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ചിത്രത്തിന്റെ 9 ദിവസത്തെ കേരള കളക്ഷൻ 3,35,00,000 രൂപയാണ്. 10ാം ദിവസവും രണ്ടാമത്തെ ഞായറാഴ്ചയും കൂടിയായി ഇന്ന് ഈ സിനിമ കേരളത്തിൽ 35 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ആദ്യ 10 ദിവസത്തെ കേരള കളക്ഷൻ 3,70,00,000 റേഞ്ചിലാണ്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 5.5 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ദിലീപ് നായകനായി നവാഗതനായ വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത് മെയ് 9-ന് തിയേറ്ററിലെത്തി ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ധ്യാൻ ശ്രീനിവാസൻ, സിദ്ദീഖ്, ഉർവശി, അശ്വിൻ ജോസ്, ജോണി ആന്റണി, മഞ്ജു പിള്ള, വിനീത് തട്ടിൽ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഏറെ നാളുകൾക്ക് ശേഷമാണ് ദിലീപിന്റെ ഒരു മലയാള സിനിമ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കുന്നത്. 23ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 28 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 23 ദിവസം കൊണ്ട് 15,75,00,000 രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. 24ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 30-35 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യ 23 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 23,50,00,000 മുകളിൽ കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമയുടെ ആദ്യ 24 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 24 കോടിക്ക് മുകളിലാണ്. കേരള ബോക്സ് ഓഫീസിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മറ്റൊരു മലയാള സിനിമയാണ് പടക്കളം. നവാഗതനായ മനു സ്വരാജ് തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 8-ന് തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ ഷറഫുദ്ദീൻ, സുരാജ് വെഞ്ഞാറമൂട്, സന്ദീപ് പ്രദീപ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ 24ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 28 ലക്ഷം രൂപയാണ്. ടോട്ടൽ 11,60,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ ആദ്യ 10 ദിവസത്തെ കേരള കളക്ഷൻ. ചിത്രത്തിന്റെ 24 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 17 കോടിക്ക് മുകളിലുമാണ്. കമലഹാസൻ നായകനായി മണിരത്നം സംവിധാനം ചെയ്യുന്ന തഗ് ലൈഫ് ജൂൺ 5-നാണ് തിയേറ്ററിലെത്തുന്നത്. കമലഹാസനും മണിരത്നവും കൂടി തിരക്കഥ എഴുതിയ സിനിമയിൽ ചിലംബരശൻ, തൃഷ, അഭിരാമി, ഐശ്വര്യലക്ഷ്മി, മലയാളി താരം ജോജു ജോർജ്, നാസർ, അലി ഫസൽ, ബാബുരാജ്, പങ്കജ് ത്രിപാഠി, അശോക് സെൽവൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമയുടെ ഓവർസീസ് അഡ്വാൻസ് ബുക്കിംഗ് നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ചിത്രത്തിന്റെ തമിഴ്നാട്, കേരള അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് രാവിലെ 9 മണിയോടെയാണ് ആരംഭിച്ചിട്ടുള്ളത്. ഭാഷാ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കർണാടകയിൽ ഈ സിനിമയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ഇത് തിരുത്താനോ മാറ്റാനോ തയ്യാറല്ലെന്ന് കമലഹാസൻ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ഓവർസീസ് അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വരുമ്പോൾ നിലവിൽ 7 കോടിയോളം രൂപ ഈ സിനിമ ഓവർസീസ് അഡ്വാൻസ് ബുക്കിംഗിലൂടെ നേടിയെടുത്തിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.